ലില്ലിയേ, ഞാനങ്ങ് വിരിച്ചിട്ടേ കടി. ഇത് കഴുകിയില്ലേ? കഴുകിക്കൊണ്ടിരിക്കല്ലേ. എന്റെ ലില്ലി, അത്യാവശ്യമുള്ളത് ആദ്യം കഴുകണ്ടേ ലില്ലി? പിള്ളേരുടെ ഒക്കെ വീട്ടിൽ കൊടുക്കണതാണ് ഇപ്പൊ കഴുകേണ്ടത്. എല്ലാം അത്യാവശ്യമുള്ളതാണ്. പിള്ളേരുടെ വീട്ടിൽ കൊടുക്കണ ഉടുപ്പാ. ഏട്ടന്റെ ഈ ഷർട്ട് കണ്ട, ഏട്ടൻ ഇട്ടോണ്ട് പോകേണ്ടതാ. അവന് വേറെ എന്തോരം ഷർട്ട് ഉണ്ട് ലില്ലി. കൊറേ ഷർട്ട് ഉണ്ട്, പക്ഷെ ഇത് തന്നെ വേണമെന്ന് എന്നോട് പറഞ്ഞ എന്ത് ചെയ്യും? എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളു. ഓ, കൊറേ കഷ്ടമാണ്. ക്ലീറ്റ ഇപ്പം കൂടി എന്നെ വിളിച്ചേ ഉള്ളൂ ഷർട്ട് കഴുകിയിട്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പൊ എന്ത് ചെയ്യും? ക്ലീറ്റ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് വെള്ളയാണ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അലക്കി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കളർ പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്റെ നെഞ്ചത്തോട്ട് കയറത്തില്ലേ? അപ്പൊ ഇത് ആദ്യം കഴുകിയിടാൻ പാടില്ല നിനക്ക്. നീ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്റെ ഈ തന്നത്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അതങ്ങ് ചെയ്യൂലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെയ്യണമായിരുന്നു. ചേച്ചി എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ നിന്നോട് ഞാൻ സഹായം ചോദിച്ചത്. എന്റെ ചേച്ചി, എനിക്ക് ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇത് രാവിലെ തന്നെ നനച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ മീനുമായിട്ട് വന്നത്. അതാണെങ്കിൽ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞ് തേങ്ങയും ചിരണ്ടി വെച്ച്. തേങ്ങയും ചിരണ്ടി അമ്മയോട് പറഞ്ഞ് മീൻ വെള്ളത്തിലിട്ടോന്ന് പറഞ്ഞ് തുണി നനച്ച് വെച്ചിട്ട് ഇനി ഞാൻ പോയി കറി വെക്കണം. എനിക്കെന്നെ അപ്പം സുഖാണോ? ഒരു പണി ഞാൻ ഇവിടെ എടുക്കുന്നില്ലേ? എടി, ഇതൊക്കെ സമയമുണ്ടല്ലോ. ഈ ഒരു ഷർട്ട് കഴിഞ്ഞിട്ട് അത് കറിയൊക്കെ വെച്ചിട്ട് നിനക്ക് ഇത് കഴിയാ പോരെ? ഇപ്പൊ ഈ വാശിക്ക് ഇത് ചെയ്യണെന്തിനാ? ഇത് അതൊന്നും അല്ല ലില്ലി. ഇത് നിനക്ക് നീ മനഃപൂർവ്വം വൈരാഗ്യം ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണത്. എന്ത് വൈരാഗ്യം? വൈരാഗ്യം ഉള്ളിൽ വെച്ചിട്ട് നിനക്ക് ഇതേപോലെ ഒരു കളറുള്ള ഷർട്ടും കളറില്ലാത്ത ഷർട്ടും ഒരുമിച്ച് കഴുകാൻ പറ്റൂല. മീൻകറി വെക്കാനുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ നീ ഇത് എന്തിനാ ഏറ്റത്? ചേച്ചി എന്തിനാ അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തം എനിക്ക് തന്നത്? ചേച്ചിക്ക് തന്നെ അങ്ങ് ചെയ്യാറുന്നില്ലേ? കൂടപ്പറപ്പിന്റെ ഷർട്ട് ആയതുകൊണ്ട് തന്നു പോയതാണ്. എന്റെ കൂടപ്പിറപ്പിന്റെ കാര്യം ചേച്ചിയാണ് നോക്കേണ്ടത്. ചേച്ചിയുടെ കൂടപ്പിറപ്പിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. നിന്റെ കൂടപ്പിറപ്പിനെ നിന്റെ കൂടപ്പിറപ്പിന്റെ കാര്യം ഈ കാലം മുഴുവൻ ഞാൻ നോക്കി. വേറെ വല്ല മനുഷ്യരാണെങ്കിലല്ലേ ആ മനുഷ്യനെ നോക്കണം. അതിനാണ് കെട്ടിച്ചെന്ന് നോക്കണം. ഇതല്ല, ഇത് വൈരാഗ്യം. പിന്നെ എന്ത് വൈരാഗ്യം? എനിക്ക് എന്ത് കുറെ നേരിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ വൈരാഗ്യം. എനിക്ക് എന്ത് വൈരാഗ്യം ചേച്ചി? എനിക്കറിയില്ല. നിന്റെ മുഖം നീ അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുമ്പോ അതിനൊരു കാരണം ഉണ്ടാണ്. വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്നോട് സംസാരിക്കണത്. വൈരാഗ്യത്തോടുകൂടി എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെയല്ലല്ലോ ലില്ലി എന്നോട് പെരുമാറാറ്. ചേച്ചിയോട് തർക്കിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ കഴുകി തരത്തില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ കഴുകി തന്നോളാം. ആ സാധനം അവിടെ ഇടും, ഞാൻ പിന്നെ കഴുകിയിട്ടോളാം. വേണ്ട മോളെ, ഇതെന്താന്നറിയാമോ? അമ്മ വീണപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആ ചൊരുക്കുവച്ചല്ലേ നീ എന്നോട് ഇപ്പൊ സംസാരിക്കണത്? അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട കേസാണല്ലേ? ചേച്ചി വിട്ടല്ലേ? പക്ഷെ ഞാൻ വിട്ടിട്ടില്ല. നിസ്സാര കാര്യത്തിന് ചേച്ചി എന്റെ നെഞ്ചത്തോട്ട് കയറില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യങ്ങൾ ചേച്ചി പറഞ്ഞില്ലേ? അതുകൊണ്ട് ചേച്ചി അത് വിടുവായിരിക്കും. ഞാൻ അത് വിട്ടിട്ടില്ല. മനഃപൂർവ്വം നീ കഴുകാനാണ്. എന്റെ പൊന്നിലില്ലി, എന്തിനാ പറ്റാത്ത കാര്യം ഏറ്റിട്ട് ഇതേപോലെ ചതിക്കാൻ കഴിവുള്ളത് നിനക്ക് മാത്രമേ. ചേച്ചിയുടെ മനസ്സ് മൊത്തം വിഷമാണ്. വിഷം കുത്തി നിറഞ്ഞിരിക്കുവാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആരുടെ മനസ്സിലെ വിഷം എന്നുള്ളത്. ഇന്നലെ എങ്ങാനും കഴിഞ്ഞ ദിവസം എങ്ങാനും കഴിഞ്ഞ ഒരു കാര്യം നീ ഇപ്പോഴും എടുത്തിട്ട് നിന്റെ കൂടപ്പറപ്പിന്റെ ഷർട്ട് കഴുകാതെ ഈ വീട്ടിൽ കൊടുക്കണമെന്ന് കഴുകിക്കൊണ്ട് നിൽക്കുമല്ലേ? ആളുകൾക്കൊക്കെ അറിയാം ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരുന്നത്. ഞാൻ തുണി നനക്കുമായിരുന്നു. ഇത് നനച്ചിട്ടിട്ട് ഞാൻ അത് നനക്കും. വേണ്ട, ഇനി നനക്കണ്ട. വേണ്ട, കൊണ്ടുപോയി നനക്ക്. എന്തൊരു ബഹളം! എന്താ കാര്യം? എനിക്കൊരു സമാധാനം തരൂലേ നിങ്ങള്? അമ്മയ്ക്ക് സമാധാനം കിട്ടൂല. സമാധാനം വേണമെങ്കിൽ നമ്മുടെ മോളോട് പറ വായടച്ച് മിണ്ടാതിരിക്കാനായിട്ട്. നീ ആദ്യം വായടച്ച് മിണ്ടാതിരിക്കുക. എനിക്ക് വയ്യ. ഇതെന്തോന്ന്? രണ്ടും കൊള്ളാം.